ഹലോ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പാരന്റ്സ്, നമ്മളിപ്പോ വന്നിരിക്കുന്നത് കർണാടകയിലെ എഡ്യൂക്കേഷൻ സിറ്റി എന്നറിയപ്പെടുന്ന തുംകൂറുള്ള ശ്രീദേവി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. ഏതാണ്ട് 60 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ ക്യാമ്പസ് കഴിഞ്ഞ 35 വർഷമായി കർണാടകയിലെ വിദ്യാഭ്യാസ രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥാപനമാണ്. മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ഫാർമസി കോളേജ്, ഫിസിയോതെറാപ്പി കോളേജ്, നഴ്സിംഗ് കോളേജ്, അലൈഡ് ഹെൽത്ത് സയൻസ് കോളേജ് തുടങ്ങി 12ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് അടങ്ങിയ ഈ ബ്യൂട്ടിഫുൾ ക്യാമ്പസ് നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. നമ്മളിപ്പോ നിൽക്കുന്നത് ക്യാമ്പസിനകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന്റെ മുൻപിലാണ്. 1000-ലധികം ബെഡ് ഫെസിലിറ്റീസ് ഉള്ള NABH അക്രഡിറ്റഡ് ആയിട്ടുള്ള ഈ ഹോസ്പിറ്റൽ നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. ഇതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ക്ലാസ് റൂം. ഇപ്പൊ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ക്യാമ്പസിലെ തന്നെ ഡിജിറ്റൽ ലൈബ്രറിയും റീഡിംഗ് റൂമും ഉൾപ്പെടുന്ന സെൻട്രൽ ലൈബ്രറിയിലേക്കാണ്. ഈ ക്യാമ്പസിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള സൗത്ത് ഇന്ത്യയിലെ തന്നെ 4ഓ 5ഓ മെഡിക്കൽ കോളേജിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ള സ്കിൽസ് ആൻഡ് സിമുലേഷൻ ലാബാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനാട്ടമിക് 3D മെഷീൻ. At Sridevi, we don't teach students, we make future leaders. As the tagline of Sridevi tells, educate, enrich and enlighten. At Sridevi, we have paramedical, medical, engineering, pharmacy, physiotherapy and PG and degree courses which are catering across all the educational needs of the students. The institution was established in the year 1992. The nursing college is a remarkable institution which is the one of the oldest institution in Karnataka, catering students from Kerala, from Karnataka and other states of India. Our alumni spread across the world and serving the humanity by their professional ethics and the values created within them and serving in all major hospitals across the globe. ഞാനിപ്പോൾ ഉള്ളത് ശ്രീദേവി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ നമ്മൾ മലയാളി കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അവരുടെ റെസ്പോൺസ് ഒന്ന് കേൾക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിലെ പ്രാക്ടീസ് ഒക്കെ എങ്ങനെ പോകുന്നു? നല്ലതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഇവര് തരുന്നുണ്ട്. നമ്മളെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. വെജിറ്റേറിയൻ ഫുഡാണ് തരുന്നത്. അപ്പൊ റൈസ് ഒക്കെ മലയാളികൾക്ക് പറ്റുന്ന പോലത്തെ റൈസ് ഒക്കെ ഉണ്ട്. കുഴപ്പമില്ല, ഫുഡൊക്കെ ഓക്കെയാണ്. അപ്പൊ നമ്മള് ഗേൾസ് ഹോസ്റ്റലിനെ പറ്റിയൊക്കെ പറഞ്ഞു. അപ്പൊ എങ്ങനെയുണ്ട് ബോയ്സ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഒരു സ്റ്റാൻഡേർഡ് ഹോസ്റ്റലിനാണ് തന്നേക്കുന്നത്. പിന്നെ ഫുഡ് ആയാലും നല്ല ഫുഡ് തന്നെ അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സീനിയേഴ്സിന് സെപ്പറേറ്റ് ഹോസ്റ്റല്, ജൂനിയേഴ്സിന് സെപ്പറേറ്റ് ഹോസ്റ്റല്, അങ്ങനെ വേർതിരിച്ചിട്ടുണ്ട്. ജൂനിയേഴ്സും സീനിയേഴ്സും ഒക്കെ സെപ്പറേറ്റ് ആയതുകൊണ്ട് എങ്ങനെ റാങ്കിങ് കാര്യത്തിലൊക്കെ എങ്ങനെയാണ്?
കുഴപ്പങ്ങളൊക്കെ ഉണ്ടോ? എന്തെങ്കിലും പൊതുവെ ഫേസ് ചെയ്തിട്ടുണ്ടോ താൻ? ഫേസ് ചെയ്തിട്ടില്ല ഞാൻ ബാക്കി ഇങ്ങനെ സീനിയേഴ്സിനോട്. അവര് പൊതുവെ സ്നേഹത്തോടെയാണ് നമ്മൾ പെരുമാറുന്നത്. അവര് തികച്ചും സപ്പോർട്ടീവാണ്.